അർജുന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം 75 മണിക്കൂർ പിന്നിട്ടിട്ടും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ചൊവ്വാഴ്ചയാണ് അർജുനെ കാണാതാകുന്നത്, മണ്ണിടിച്ചിലിൽപ്പെട്ട് കാണാതാകുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം ഇന്ന് രാവിലെയോടുകൂടിയാണ്. കേരളം ഇടപെട്ടതിന് ശേഷമാണ് ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നേവിയുടെ നേതൃത്വത്തിലാണ് അവിടെ തെരച്ചിൽ പുരോഗമിക്കുന്നത്. അടുത്തുള്ള ഗംഗാവതി പുഴയിൽ തെരച്ചിലൊക്കെ നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ലോറി ഒരു പുഴയിലില്ല എന്നതൊക്കെ മനസ്സിലാക്കുകയും അത് നേവി സ്ഥിരീകരിക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യമാണ്. എന്തായാലും രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. കർണാടക സർക്കാർ മുഖ്യമന്ത്രി, അതായത് കേരള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടായതിനെ തുടർന്ന് കർണാടക സർക്കാർ ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ ത്വരിത വേഗത്തിൽ തന്നെ നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളൊക്കെ നടത്തി വരികയാണ്. നാവികസേനയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരപ്രകാരം മെറ്റൽ ഡിറ്റക്ടർ അടക്കം കൊണ്ടുവന്നുള്ള പരിശോധന, അതോടൊപ്പം തന്നെ സ്ഥലത്ത് ഇപ്പോൾ മഴ പെയ്യുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. നേരത്തെ റെഡ് അലേർട്ട് ഉണ്ടായിരുന്നു, ആ റെഡ് അലേർട്ടൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും കാലാവസ്ഥ പ്രതികൂലമായി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഉള്ളത്. പക്ഷേ ഇതിൽ വളരെയധികം പ്രത്യാശയുടെ രീതിയിൽ വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഇന്ന് രാവിലെ 10:32 കൂടി അർജുൻ്റെ മൊബൈൽ ഫോൺ ഓണായതായി വിവരം ലഭിക്കുന്നുണ്ട്. സൂചന മാത്രമാണ്, ഇതിൻ്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ലഭ്യമായിട്ടില്ല. പക്ഷേ അത് വളരെയധികം പ്രത്യാശ നൽകുന്ന കാര്യം തന്നെയാണ്. PV ജോഷില കോഴിക്കോട് അർജുൻ്റെ വീട്ടിൽ നിന്ന് ചേരുകയാണ്. ജോഷില, ഈ അർജുൻ്റെ മൊബൈൽ ഫോൺ അത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായ ഘടകമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അർജുൻ്റെ മൊബൈൽ ഫോൺ ഇന്ന് രാവിലെ 10:32 കൂടി ഓണായതായി വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ബന്ധുക്കളോ മറ്റോ ആ ഒരു സമയത്ത് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്താണ് അവർ പറയുന്നത്? എന്താണ്? അഞ്ജന, ബന്ധുക്കൾ തന്നെയാണ് ഞങ്ങൾക്ക് ഈ വിവരം കൈമാറിയത്. അർജുൻ്റെ ഒരു കസിൻ ആ സമയത്ത് വിളിച്ചിരുന്നു. 10:32 ഈ നമ്പറിലേക്ക്, അർജുൻ്റെ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ മൊബൈൽ റിങ് ചെയ്തിരുന്നു എന്നുള്ളത് മാത്രമാണ് ബന്ധുക്കൾ കൈമാറുന്ന വിവരം. മറ്റൊന്നും കേൾക്കാൻ ആയിട്ടില്ല. അതിനുശേഷം മൊബൈൽ സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. എന്തായാലും ബന്ധുക്കളാകെ തന്നെ ആകെ പ്രതീക്ഷയിലാണ്. ആ ഒരു മൊബൈൽ റിങ് ഉണ്ടാക്കിയ പ്രതീക്ഷയിൽ തന്നെയാണ് അവരിപ്പോഴും കഴിയുന്നത്. എന്തായാലും മണ്ണിനടിയിൽ പെട്ടിട്ടില്ല. ഇപ്പോൾ മണ്ണിനടിയിൽ പെട്ട് മറ്റാപത്തൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. എന്തായാലും ഇതിനുള്ളിൽ, അതായത് ആ വാഹനത്തിന് അത്രയധികം കപ്പാസിറ്റി ഉണ്ട്, സെക്യൂറായി നിൽക്കുന്നുണ്ടാവും എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ബന്ധുക്കൾ ഇപ്പോഴും ഉള്ളത്. 3 ദിവസം പിന്നിട്ടിരിക്കുന്നു, 4ാമത്തെ ദിവസം ആയിരിക്കുന്നു. എന്നിട്ട് പോലും ഇതിനിടയിൽ ഈ 3 ദിവസം ഒരാൾക്ക് സർവൈവ് ചെയ്യാനുള്ള ക്യാബിൻ ആ വണ്ടിക്കുണ്ട് എന്നുള്ളതാണ് ഭാരത് ബെൻസ് അടക്കം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ബന്ധുക്കൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അർജുൻ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ബന്ധുക്കളുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ കൃഷ്ണ കഴിഞ്ഞ ദിവസം 16-ാം തീയതി രാവിലെ 8:30 കൃഷ്ണയുമായുള്ള ഫോണിലുള്ള ബന്ധം ഇല്ലാതായത് എന്നാണ് പറഞ്ഞത്. അതിനുശേഷമാണ് പിന്നീട് ഫോൺ വിളിച്ച് കിട്ടാതിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ 10:30 വിളിച്ചപ്പോൾ കിട്ടിയിരുന്നു എന്നുള്ളതാണ്. ബന്ധുക്കൾക്ക് ഫോൺ ലഭ്യമായി എന്നുള്ളതാണ് പറയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയിലാണ് ബന്ധുക്കളുള്ളത്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇടപെട്ട് രക്ഷാപ്രവർത്തനങ്ങൾ ജോഷ്ലയിലേക്ക് തന്നെ തിരികെ എത്താം. എന്തായാലും വളരെ പ്രത്യാശ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്ന് രാവിലെ 10:32 അർജുൻ്റെ മൊബൈൽ ഫോണിലേക്ക് വിളിക്കുമ്പോൾ അത് ബെല്ലടിക്കുന്നുണ്ട് എന്ന് പറയുന്നത് വളരെയധികം പ്രത്യാശ നൽകുന്ന കാര്യം തന്നെയാണ്. അർജുൻ്റെ ഫോൺ ഓണായി എന്ന് പറയുന്നത് വളരെയധികം പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. വളരെ നിർണായകമായ ഒരു വിവരം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്.